കേരളത്തിൽ ആകെയുണ്ടായിരുന്ന കനൽത്തരി എം ആരിഫിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ഏറ്റെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടി നേരിട്ടത് CPM ഉൾപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾക്കാണ്. കേരളത്തിൽ 2019 തന്നെ ഒരു സീറ്റിൽ മാത്രം ഇടതുപക്ഷവും CPM-ഉം ഒതുങ്ങി. എന്നാൽ ദേശീയ തലത്തിൽ സ്ഥിതി വിഭിന്നമാണ്. 2019 ഇന്ത്യയിലൊട്ടാകെ 5 സീറ്റുകളായിരുന്നു ഇടതുപക്ഷ പാർട്ടികൾ ആകെ നേടിയത്. ഇത്തവണ നില അല്പം മെച്ചപ്പെടുത്തി 9 സീറ്റുകളിലേക്ക് ഇടതുപക്ഷം ഉയർന്നിട്ടുണ്ട്. 2019 CPM-ന് 3 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ CPM ചിഹ്നത്തിൽ 4 എംപിമാരാണ് ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണനാണ് കേരളത്തിൽ നിന്നുള്ള CPM-ന്റെ പ്രാതിനിധ്യം. തമിഴ്നാട്ടിൽ നിന്ന് 2 എംപിമാർ CPM-നുണ്ട്. ദിണ്ടിഗലിൽ നിന്ന് ആർ സച്ചിദാനന്ദവും മധുരയിൽ നിന്ന് വെങ്കടേശനുമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ സിക്കാറാണ് 4ാമത്തെ CPM സാന്നിധ്യം. സിക്കാറിൽ നിന്ന് അമ്രാറാമാണ് CPM ചിഹ്നത്തിൽ വിജയിച്ച് കയറിയത്. കേരളത്തിലെ 15 സീറ്റുകൾ ഉൾപ്പെടെ 52 മണ്ഡലങ്ങളിലാണ് CPM ആകെ മത്സരിച്ചത്. 2019 2 സീറ്റ് നേടിയ CPI അതേ സീറ്റ് നില ഇത്തവണയും തുടർന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് CPI 2 സീറ്റുകളും നേടിയെടുത്തത്. തിരുപ്പൂരിൽ 1.25 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് കെ സുബ്ബരായനും നാഗപട്ടണത്ത് നിന്ന് 2 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വി സെൽവരാജുമാണ് CPI ചിഹ്നത്തിൽ വിജയിച്ചത്. തമിഴ്നാട്ടിലെ CPM-ഉം CPI-യും നേടിയ 4 സീറ്റുകളും DMK-യുടെയും MK സ്റ്റാലിന്റെയും ചിറകിലേറിയാണ്. തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം ആകെയുള്ള 39 സീറ്റും പിടിച്ചെടുത്തിരുന്നു. ബീഹാറിൽ നിന്ന് 2 സീറ്റ് നേടിയ CPI ML ലിബറേഷനാണ് ലോക്സഭയിൽ പ്രാതിനിധ്യം നേടിയ ഇടതുപക്ഷ പാർട്ടി. ബീഹാറിലെ അറാ മണ്ഡലത്തിലും കരാക്കട്ട് മണ്ഡലത്തിലുമാണ് CPI ML വിജയിച്ചത്. അരായിൽ നിന്ന് സുദാമ പ്രസാദ് 55,000-ലധികം വോട്ടുകൾക്കും കരാക്കാട്ട് രാജാറാം സിംഗ് 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കുമാണ് വിജയിച്ചത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച RSP നേതാവ് NK പ്രേമചന്ദ്രനും ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമാണ്. എങ്കിലും കേരളത്തിലൊഴികെ മറ്റെല്ലായിടത്തും ഇന്ത്യ സഖ്യത്തിനൊപ്പം മത്സരിച്ചിട്ടും CPM-നും CPI-ക്കും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇടതു പാർട്ടികളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്.